IB സതീഷ് 11 മിനിറ്റ്. സർ, കൊച്ചുനാൾ മുതൽ കേട്ടുവളർന്ന ഒരു ഇംഗ്ലീഷ് പ്രയോഗമുണ്ട്. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ്. അവധാനതയോടെ ചുവടുവെച്ചാൽ ലക്ഷ്യത്തിലെത്താൻ പറ്റും എന്നാണ് അതിൻ്റെ അർത്ഥം. അവധാനതയോടെ ചുവടുവെച്ച് സുസ്ഥിര വികസനത്തിലേക്ക് കേരളത്തെ നയിക്കുന്ന ധനകാര്യമന്ത്രിയുടെ മനസ്സാണ് ഈ ബഡ്ജറ്റിലൂടെ പ്രതിഫലിക്കുന്നത്. കാറും കോളും നിറഞ്ഞ കലുഷിതമായ കടലാഴങ്ങളിലൂടെ തുഴഞ്ഞ് എത്തേണ്ടതാമിടത്ത് എത്തിക്കൊണ്ടിരിക്കുന്ന നാവികൻ്റെ നിശ്വാസവും ഈ പ്രസംഗത്തിലുണ്ട്. ഒപ്പം എവിടേക്കാണ് എത്തേണ്ടത്, നങ്കൂരം ഇടേണ്ടത് എവിടെയാണ്, അതിനെ സംബന്ധിച്ച ദൂരക്കാഴ്ച, ആസൂത്രണം, അതും ഇതിൽ പ്രതിഫലിക്കുന്നുണ്ട്. എനിക്ക് മുമ്പ് സംസാരിച്ച റോജി തീവ്ര വലതുപക്ഷത്തിൻ്റെ ആശയമാണ് എന്ന് പറഞ്ഞു. റോജി ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തലജല വിഭ്രാന്തി പിടിപെട്ടിരിക്കുന്നു. ഇടതും വലതും തിരിച്ചറിയാൻ പറ്റാത്ത മാനസികാവസ്ഥയുടെ തടവുകാരായി അവർ മാറിയിരിക്കുന്നു. ഒരു സംശയവും വേണ്ട, ഇത് പ്രവർത്തിക്കുന്ന പ്രത്യയശാസ്ത്രത്തിൻ്റെ ബഡ്ജറ്റാണ്. മാർക്സിസം എന്ന മഹത്തായ ആശയം മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ നടപ്പിലാക്കാനുള്ള ഇച്ഛാശക്തിയുടെ പ്രകടനമാണ് ഈ ബഡ്ജറ്റ്. മാനവികത, സമത്വം, പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള പൊരുത്തം, ഇതെല്ലാം മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഈ ബഡ്ജറ്റിൻ്റെ ആത്മാവായി തെളിച്ചവും വെളിച്ചവുമായി പ്രകാശിക്കുന്നുണ്ട്. നാഷണൽ മൾട്ടി ഡയമെൻഷണൽ ഇൻഡെക്സ് ഉണ്ട് സർ. അതിൽ പറയുന്നുണ്ട് ഇന്ത്യയിലെ ബഹുമുഖ ദരിദ്രർ ഏറ്റവും കുറഞ്ഞ നാട് നമ്മുടെ കേരളമാണ്. 0.55%. തൊട്ട് പിറകിലുള്ള സംസ്ഥാനം ഗോവയാണ്, 3.76%. ഇവിടെ സൂചിപ്പിച്ചല്ലോ, അതീവ ദരിദ്രരില്ലാത്ത നാടായി അടുത്ത കേരളപ്പിറവി ദിനത്തിൽ നമ്മുടെ നാട് മാറുകയാണ്. അതെങ്ങനെയാണ് മാറുന്നത്, എന്തുകൊണ്ടാണ് മാറുന്നത്? അങ്ങനെ ഇന്ത്യയിൽ മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം മാറിയിട്ടുണ്ടോ? ലോകത്തേതെങ്കിലും ഒരു വികസിത രാജ്യം, വികസ്വര രാജ്യം, ദരിദ്ര രാജ്യം, അങ്ങനെ ഒരു സ്വപ്നം പങ്കുവെക്കപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായും അത് നമ്മുടെ കേരളത്തിന് മാത്രം കഴിയുന്ന ഒരു കാര്യമാണ്. പരിസ്ഥിതിയെ കാക്കുന്ന നിലപാടുകളുണ്ട് സാർ. ഇവിടെ ദേശീയ ശരാശരിയേക്കാൾ കൂടുതൽ മഴ ലഭിക്കുന്ന നാടാണ് നമ്മുടെ നാട്. പക്ഷേ ഭൂഗർഭ ജലനിരപ്പ് താഴാതിരിക്കാൻ, അപകടകരമായി താഴാതിരിക്കാൻ, പെയ്യുന്ന മഴവെള്ളത്തെ മണ്ണിൽ കരുതി വയ്ക്കാനുള്ള വീക്ഷണം ഈ ബഡ്ജറ്റിൽ കാണാൻ പറ്റും. ഭൂഗർഭ ജലനിരപ്പ് സംരക്ഷിച്ച് മണ്ണിനെയും ജല സംരക്ഷണവും നടപ്പാക്കാൻ 77.99 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ ഭൂവിനിയോഗത്തിലൂടെ കേരളത്തെ മുന്നോട്ട് നയിക്കാനുള്ള ദൃഢനിശ്ചയം ഇതിൽ കാണാൻ പറ്റും. 50 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നെറ്റ് സീറോ കാർബൺ ലക്ഷ്യം കൈവരിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം ഇതിലുണ്ട്. കവി പാടിയതുപോലെ ഇനി വരും തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമാകാൻ ശുദ്ധവായു വേണം, ശുദ്ധജലം വേണം. ആ കാഴ്ചപ്പാട് ഒരു പ്രത്യയശാസ്ത്രം പകർന്നു നൽകുന്ന ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ കാഴ്ചപ്പാട് കൂടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഹരിത ഊർജ്ജ പദ്ധതിക്ക് വേണ്ടി നീക്കിവച്ചിട്ടുള്ളത് 62.96 കോടി രൂപയാണ്. സാർ, ന്യൂ ഇന്നിങ്സ് എന്തൊരു മനോഹരമായ ആശയമാണ്. ജീവിതത്തിൻ്റെ വൈകുന്നേരങ്ങളിൽ മിണ്ടാനും പറയാനും ആരുമില്ലാതെ വീട്ടകങ്ങളിൽ ഒറ്റപ്പെട്ടു പോകുന്ന വയോജനങ്ങൾ, കേരളം കൈവരിച്ച ആരോഗ്യ, വിദ്യാഭ്യാസ, സാമൂഹ്യ നേട്ടങ്ങളുടെ ഒരു മറുപുറം കൂടിയുണ്ട് അതിൽ. അവർക്ക് ഒരു പ്രതീക്ഷ നൽകുന്നു, അവർക്ക് ആത്മവിശ്വാസം നൽകുന്നു. പുതിയ സംരംഭങ്ങൾക്ക്, വയോജനങ്ങൾക്ക് പിന്തുണ നൽകുന്ന സമീപനത്തെ എങ്ങനെയാണ് പ്രശംസിക്കാതിരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിയുന്നത്? മലയാളിയായ ഇടത്തരക്കാരൻ്റെ വാസ സ്വപ്നങ്ങളുണ്ട്. ഒരു ഗ്രഹം എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ കഴിയാതെ നിരാശയിൽപ്പെടുന്നവരുണ്ട്. അവർക്ക് കെ ഹോം എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നു. ഈ ആശയങ്ങൾ ഉടലെടുക്കുന്നത് ഇടതുപക്ഷത്തിൻ്റെ മനസ്സിൽ നിന്ന് മാത്രമാണ് എന്ന് നിങ്ങൾ ഓർക്കണം. കേരളത്തിൻ്റെ റവന്യൂ വരുമാനത്തിൻ്റെ 72.69% തനത് വരുമാനമാണ്. ഇവിടെ പ്രതിപക്ഷവും BJPയും പാടി നടക്കുന്നത് എന്താണ്? കടമെടുത്ത് നടുവൊടിഞ്ഞ കേരളം എന്നാണ്. ഇവിടെ സ്വന്തം കാലിൽ നിവർന്നു നിൽക്കുന്ന കേരളത്തിൻ്റെ കണക്കുകളാണ് ഇവിടെ വ്യക്തമാക്കുന്നത്. കേന്ദ്രം ട്രാൻസ്ഫർ ചെയ്യുന്നത് വെറും 27.3% മാത്രമാണ്. ദേശീയ ശരാശരി 42%
കേരളത്തിന് 27.3% ലഭ്യമാവുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഫെബ്രുവരി 1 കേന്ദ്ര സർക്കാരിൻ്റെ ബഡ്ജറ്റായിരുന്നല്ലോ. ആ ബഡ്ജറ്റ് വരുന്ന ഘട്ടത്തിൽ വന്ന ഒരു കാർട്ടൂണുണ്ട്. ദരിദ്രരെ ലക്ഷ്മി ദേവി അനുഗ്രഹിക്കും, സമ്പന്നരെ നിർമ്മലാദേവി അനുഗ്രഹിക്കും എന്നതായിരുന്നു ആ കാർട്ടൂൺ. ഇന്ത്യയിലെ ദരിദ്ര കോടികളെ ലക്ഷ്മി ദേവി അനുഗ്രഹിച്ചില്ല സാർ. പക്ഷേ സമ്പന്നന്മാരെ നിർമ്മലാദേവി വാരിക്കോരി അനുഗ്രഹം ചൊരിഞ്ഞു എന്ന് നമുക്ക് കാണാൻ പറ്റും. ഉപരോധ സമാനമായ വരിഞ്ഞു മുറുക്കലാണ് കേരളത്തിൽ നേർക്ക് കേന്ദ്രം സ്വീകരിക്കുന്നത്. വരും കൊല്ലം കേരളത്തെ പ്രതിസന്ധിയിൽപ്പെടുത്താനുള്ള അവഗണനയുടെ ചിത്രം അത് മാത്രമാണോ സാർ? ഭരണഘടന നൽകുന്ന അധികാരം ഉപയോഗിച്ച് ഭരണഘടനയെ തകർക്കുക, ഭരണഘടനയുടെ ആത്മാവായ തുല്യത എന്ന ആത്മാവിനെ പിച്ചിച്ചിന്തുന്ന സമീപനമല്ലേ സാർ? നമുക്കൊക്കെ അറിയുന്നത് പോലെ വൈവിധ്യം എന്നത് സംസ്കാരത്തിൽ മാത്രമല്ല, സാമ്പത്തിക വികസനത്തിൻ്റെ കാര്യത്തിലും വൈവിധ്യമുണ്ട്. ആ വൈവിധ്യങ്ങളെ നിരാകരിക്കുക മാത്രമല്ല, പ്രതികാര ബുദ്ധിയോടുകൂടി സംസ്ഥാനങ്ങളെ കാണുന്നു. ചില സംസ്ഥാനങ്ങളോട് രാഷ്ട്രീയ കാരണങ്ങളാൽ പക്ഷപാതിത്വം കാണിക്കുന്നു. മഴക്കെടുതിയുണ്ടായ ത്രിപുരയ്ക്ക് നൽകിയത് 40 കോടി, ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്കും നൽകിയത് 3448 കോടി, 50 കോടി മണിപ്പൂരിന്. ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ ദുരന്തമായി ചിത്രീകരിക്കപ്പെട്ട, ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ട, ഇന്നും തോരാത്ത കണ്ണീരായി ഉണങ്ങാത്ത മുറിവായി നിൽക്കുന്ന വയനാടിന് നൽകിയത് വട്ടപൂജ്യം. ഇതാണ് BJP കേരളത്തോടെടുക്കുന്ന സമീപനം. കേന്ദ്ര സർക്കാർ സംസ്ഥാനങ്ങൾക്ക് പണം കൈമാറുന്നത് 3 രീതിയിലൂടെയാണ്. 1, നികുതി വിഹിതം. 2, ഗ്രാൻറ്റുകൾ, ധനകാര്യ കമ്മീഷൻ ഗ്രാൻറ്റുകളും ആർട്ടിക്കിൾ 282 പ്രകാരമുള്ള തന്നിഷ്ടം പോലെ കൊടുക്കാൻ പറ്റുന്ന ഗ്രാൻറ്റുകളും. 2015 ആസൂത്രണ കമ്മീഷന്റെ കഥ കഴിച്ചു. ഇപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി കൊടുക്കുകയാണ്. ഈ സമീപനം യഥാർത്ഥത്തിൽ അമേരിക്ക ക്യൂബയ്ക്കു നേരെ നടത്തിയ ഉപരോധത്തിനും ആക്രമണത്തിനും സമാനമാണ് സാർ. ക്യൂബയെ ഉപരോധിക്കുക, സപ്ലൈ ചെയിൻ വിച്ഛേദിക്കുക, അവിടുത്തെ ജനതയെ ഭരണാധികാരികൾക്കെതിരാക്കുക എന്നൊരു തന്ത്രമാണ് അവിടെ സ്വീകരിച്ചത്. ഇവിടെ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കുമ്പോൾ പ്രതിപക്ഷത്തിൻ്റെ റോൾ എന്താണ് സാർ? അമേരിക്ക ക്യൂബയെ വരിഞ്ഞു മുറുക്കുമ്പോൾ അവിടുത്തെ ജനത ഒറ്റക്കെട്ടായി പറഞ്ഞ ഒരു കാര്യമുണ്ട്: മരിച്ചു വീണാലും അവസാന ശ്വാസം വരെ ഞങ്ങൾ സർക്കാരിനോടൊപ്പമായിരിക്കുമെന്നാണ് പറഞ്ഞത്. എന്നാൽ അവിടെ ഒറ്റുകാരുണ്ടായിരുന്നില്ല. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ സമീപനം എന്താണ് സാർ? പ്രൊഫസർ M. കൃഷ്ണൻ നായർ സാറിൻ്റെ ഒരു പ്രയോഗമുണ്ട്, ഉമിക്കരിയിട്ട് വായിൽ ചവയ്ക്കുന്നത് പോലെ എന്ന്. ആർക്കും മനസ്സിലാവാത്ത തരത്തിലാണ് BJP സർക്കാരിനോടുള്ള കോൺഗ്രസ് സർക്കാരിൻ്റെ സമീപനം. നശീകരണാത്മക പ്രതിപക്ഷമായി മാറിയില്ലേ? ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൽ നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു പദപ്രയോഗമുണ്ടായി, അടിച്ചു പൊളിക്കും എന്നാണ്. അദ്ദേഹം പറഞ്ഞത് ടോൾ എന്ന ആശയത്തെ സംബന്ധിച്ചാണ്. അദ്ദേഹം പറയുന്നതിന് മുമ്പ് തന്നെ കോൺഗ്രസ്സുകാർ അടിച്ചു പൊളിച്ചു. ഇപ്പുറത്തിരിക്കുന്ന CK ഹരീന്ദ്രൻ MLA മണ്ഡലത്തിലാണ് നെയ്യാർ ഡാം. അവിടെ രാജീവ് ഗാന്ധി പഠന ഗവേഷണ കേന്ദ്രമുണ്ട്. ആ പഠന ഗവേഷണ കേന്ദ്രത്തിൽ KSUക്കാർ ക്യാമ്പ് നടത്തി. അവിടുത്തെ ജനാലയും ഗ്ലാസുകളുമെല്ലാം അടിച്ചു തകർത്തു. അവിടുത്തെ മാർബിൾ തറയിൽ ചോരത്തുള്ളികൾ ചിതറി. ഒരാഴ്ച മുമ്പാണ് NGO അസോസിയേഷൻ അടിച്ചു തകർക്കാൻ തുടങ്ങിയത്. അടിച്ചു തകർക്കൽ എന്ന വാക്ക്, അതാണ് പ്രതിപക്ഷത്തിൻ്റെ ഇന്നത്തെ മുഖമുദ്ര. നമ്മൾ മനസ്സിലാക്കേണ്ടത്, കേരളം ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ എത്തി നിൽക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കേരളത്തിന് വേണ്ടി, മലയാളികൾക്ക് വേണ്ടി ഒരുമിച്ച് നിൽക്കണ്ടേ? മഹാനായ കലാകാരൻ പത്മനാഭൻ മാഷിൻ്റെ വാക്കുകളിലെല്ലാം ഉണ്ട് മലയാളിയുടെ കോപം, മലയാളിയുടെ താപം, മലയാളിയുടെ രോഷം, സങ്കടം എല്ലാം ആ ഒറ്റ വാചകത്തിലുണ്ട്. അദ്ദേഹം ചോദിച്ചത് കേരളം എന്താ ഇന്ത്യയിലല്ലേ എന്നാണ്. ഇവിടെ മൊണാലിസയുടെ ചിരിയാണ് ഏറ്റവും മനോഹരമായ ചിരി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഏറ്റവും മനോഹരമായ ചിരിയായി ഒരുപക്ഷെ ചരിത്രത്തിൽ രേഖപ്പെടുത്താൻ പോകുന്നത് മുൻ പ്രതിപക്ഷ നേതാവിൻ്റെ ചിരിയായിരിക്കും. ടാഗോർ തിയേറ്ററിൽ
ഒരു സ്വാഗത പ്രാസംഗികന്റെ പ്രസംഗം കേട്ട് അദ്ദേഹം ഊറിച്ചിരിച്ച ഒരു ചിരിയുണ്ടല്ലോ, അത് സൂം ചെയ്ത് ഫ്രെയിം ചെയ്ത് വെച്ചാൽ അതായിരിക്കും ലോകത്തെ ഏറ്റവും മനോഹരമായ ചിരി. അദ്ദേഹത്തിൻ്റെ അനുയായികൾ അത് മനോഹരമായ ചിരി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പറയുന്നു അത് മനോഹരമായ ചിരിയല്ല, അതൊരു കൊലച്ചിരിയാണ് എന്നാണ് പറയുന്നത്. സ്വന്തം രാഷ്ട്രീയ പാർട്ടി, ആ രാഷ്ട്രീയ പാർട്ടിയുടെ നിയോഗമെന്ത് എന്ന് തിരിച്ചറിയാൻ ഇന്നത്തെ കാലത്ത് കോൺഗ്രസിന് കഴിയുന്നുണ്ടോ? ഇന്ത്യക്കൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടായത് ഇപ്പോഴാണ്. എങ്ങനെയാണ് പ്രതിപക്ഷ നേതാവ് ഉണ്ടായത്? നൂറ്റാണ്ട് പിന്നിട്ട ലെഗസിയുടെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണോ? സമാജ്വാദി പാർട്ടി, RJD, ഫറൂഖ് അബ്ദുള്ള, DMK, ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ ഔദാര്യമാണ്, അവരുടെ പിന്തുണയാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷ നേതൃസ്ഥാനം. അവരത് മറക്കുകയല്ലേ? അവർക്ക് കിട്ടിയ മാൻഡേറ്റ്, കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ കോൺഗ്രസിന് കിട്ടിയ മാൻഡേറ്റ് എന്ന് പറയുന്നത്, പിൻബലം എന്ന് പറയുന്നത് BJP വിരുദ്ധതയാണ്. എന്നാൽ കേരളത്തിൽ അവർ ഇടതുപക്ഷ വിരുദ്ധതയുടെ അപ്പോസ്തലന്മാരായി BJPക്ക് പിന്തുണ പാടുന്നവരായി മാറുന്ന ചിത്രം നമ്മൾ കാണുകയാണ്. ഇതിന് കേരളം മാപ്പു തരാൻ പോകുന്നില്ല. മലയാളികൾ ഒറ്റക്കെട്ടായി കേരളത്തെ കാക്കാൻ, കേരളത്തിന്റെ മണ്ണിനെ കാക്കാൻ, പാഴിൻ നടുവിലെ ഒരു പിടി മണ്ണ് മാത്രമല്ല കേരളം, വിശ്വപൗരന്മാരുടെ നാടാണ് ഈ കേരളം. ഈ കേരളത്തെ വരിഞ്ഞു മുടുക്കാൻ ഉപരോധ സമാനമായ ഭീഷണികളോടെ നിശബ്ദമാക്കാൻ, നിശ്ചലമാക്കാൻ ശ്രമിച്ചാൽ ഒരു ജനത ഒന്നിച്ചൊന്നായി മലയാളി എന്ന ബോധത്തിൽ ഉയർത്തെഴുന്നേൽക്കും. അതിന് അതിജീവിക്കാനുള്ള ഒരു രേഖയാണ് അത്. ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല, പോരാട്ടത്തിന്റെ രേഖ കൂടിയാണ് ഈ ബഡ്ജറ്റ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ഹൃദയം നിറയുന്ന സന്തോഷത്തോടെ, അഭിമാനത്തോടെ പിന്തുണയ്ക്കുന്നു.